തിരൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി സമരത്തിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. പ്രതിഷേധത്തിന് വഴിവെച്ച കാരണങ്ങൾ പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ മലപ്പുറം RDDയെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഡയറ്റിന്റെ സ്ഥലത്തുള്ള മരങ്ങൾ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞ് ഇലകൾ വീണ് പുഴുശല്യമുണ്ടാകുന്നു എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടു. ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ മരം അടിയന്തരമായി മുറിച്ചു മാറ്റാൻ ഡയറ്റ് പ്രിൻസിപ്പാളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളിന് പുതിയ കെട്ടിടം പണിയുന്നതടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 3.90 കോടി രൂപ അനുവദിച്ചു. സാങ്കേതിക നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കി അടിയന്തരമായി കെട്ടിടം പണിയാനുള്ള നടപടിയുണ്ടാകും. പ്രിൻസിപ്പാളിനോട് സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളും കോമ്പൗണ്ടും അടിയന്തരമായി ശുചീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകി. തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായും സംസാരിച്ചു. സ്കൂൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ക്രിയാത്മകമായി ഇടപെടും. നിലവിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ ഫണ്ട് അനുവദിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ നിവേദനം നൽകിയാൽ അക്കാര്യവും പരിഗണിക്കും. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ഭക്ഷണത്തിൽ പുഴു വീണതിന് പിന്നാലെയാണ് സംഘടിച്ച് വിദ്യാർത്ഥിനികൾ റോഡ് ഉപരോധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത്. ഓടിട്ട പഴകിയ കെട്ടിടത്തിൽ നിന്ന് പലപ്പോഴായി പുഴുശല്യം ഉണ്ടായതായി പരാതിപ്പെട്ടിട്ടും സ്കൂൾ അധികൃതരും PTA നടപടിയെടുക്കാത്തതോടെയാണ് വിദ്യാർത്ഥിനികൾ പ്രതിഷേധമുയർത്തിയത്. സ്കൂളിന് മുന്നിലെ റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥിനികൾ സ്കൂളിനകത്ത് ഏറെ നേരം പ്രതിഷേധിച്ചിരുന്നു. ഈസ്റ്റ് ലൈവ്, തിരൂർ.